അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടോ പോലെ തന്നെ നാട്ടിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നാട്ടിലേക്ക് ഷോപ്പ് ചെയ്യുമ്പം വീഡിയോ കാണിക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് അതാണ് കേട്ടോ. നമ്മളിത് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്, ഉച്ചക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിബയിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിന്. ഇവിടുത്തെ മന്തിയും ഹനീത്തെല്ലാം ഭയങ്കര ടേസ്റ്റി അല്ലേ. അപ്പോൾ നമ്മൾ ഹനീത്ത നിർബനീസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ട് ആദ്യം സൂപ്പും പിന്നെ സലാഡും കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ്, ഈ ഒരു അറേബ്യൻ സലാഡ്. ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മെയിൻ ഐറ്റം. ഭയങ്കര ടേസ്റ്റാണ്. ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ച് നോക്കാം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് അതിൻ്റെ നേരെ മുമ്പിലുള്ള സിറ്റി സെൻറ്ററിൽ പോയിട്ടുണ്ടായിനി. അവിടെ നിന്നാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള മിക്കവാറും ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിനി. പണ്ടേ വീഡിയോസിൽ ഞാൻ പറയലുണ്ട്, എന്നാലും ഇപ്പോഴും കമൻറ്റിൽ ചോദിക്കലുണ്ട് പാത്രങ്ങളെല്ലാം കാണുമ്പം എവിടെ നിന്നാണ് വാങ്ങിയെന്നെല്ലാം. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ മോന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കലാണ്. അപ്പോൾ ആദ്യം നമ്മൾ അറബിയിൽ വന്നിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് എവിടെ നിന്ന് എടുത്തിന്ന് ചോദിച്ചിട്ടില്ലേ കഴിഞ്ഞ വീഡിയോയിലിട്ടത്, അത് ഇവിടെ നിന്ന് എടുത്തിന് കേട്ടോ. ഇവിടെ സെയിം അതുപോലത്തത് ഇപ്പം കാണുന്നില്ല, എന്നാലും അതിൻ്റെ ഏകദേശം മോഡലുണ്ട്. പിന്നെ ഞാൻ ഡേ ഇൻ മൈ ലൈഫിലെല്ലാം യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇല്ലേ, അതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയണ്ടാവും ആ ഒരു എന്താ പറയുക, ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫിലെല്ലാം ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ എല്ലാം ടൈം ഇട്ടിട്ടുണ്ടായിനി. അത് ഇവിടെ നിന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിനി. നല്ല ഭംഗിയാണ്, നല്ല ക്വാളിറ്റിയിലെ ക്ലോത്തെല്ലാം ഒന്ന് കേട്ടോ. ഇതിൻ്റെ എല്ലാം സെയിം മോഡൽ എന്താ പറയുക കോപ്പി ആയിട്ടുള്ളതെല്ലാം വരും, ഓൺലൈനിലെല്ലാം കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ നല്ലത് നോക്കിയിട്ട് എടുത്താൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം 69 ദിർഹംസ് എങ്ങാനുമാണ് ആ ഒരു ടോപ്പിന് ഉണ്ടായിട്ടുണ്ടായിന്. പലപ്പം വരുമ്പം എന്താ പറയുക ചില ടൈമിൽ വരുമ്പം നല്ല റേറ്റ് എന്താ പറയുക 70 72 ഉണ്ടാവും, ചിലപ്പം 60 അങ്ങനെയെല്ലാം ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം അങ്ങനെ നോക്കിയെടുക്കലാണ്. പിന്നെ മോനിക്ക് എടുക്കണം, മൈസാക്കും മൻഹാക്കും എടുക്കണം. പിന്നെന്താ അങ്ങനെ ഇക്കാക്ക് കുറച്ച് ടീഷർട്ടും ടീഷർട്ടിനെല്ലാം നല്ല ഓഫർ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുട്ടികളതിനും ഓഫർ ഉണ്ടാവും. അങ്ങനെ കുട്ടികളുടെ എല്ലാം അങ്ങനെ നോക്കിയെടുക്കലാണ്. ഇനിയിപ്പം പാരൻസിനും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം. ഇപ്പം എല്ലാം എക്സാമെല്ലാം കഴിഞ്ഞിട്ട് റിസൾട്ടെല്ലാം കുട്ടികളെ പേപ്പേഴ്സെല്ലാം കിട്ടുന്ന ടൈമല്ലേ. അപ്പം കുട്ടികളെ പേപ്പേഴ്സെല്ലാം കിട്ടുമ്പോൾ അവർക്ക് മാർക്കെല്ലാം കുറഞ്ഞ ടൈം. അധിക പാരൻസും ചിന്തിക്കുന്നതാണ് അടുത്ത എക്സാമിൻ്റെ ടൈമെങ്കിലും കുട്ടികളുടെ മാർക്കൊന്ന് കൂട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയാസമുള്ള വിഷയത്തിലൊരു സപ്പോർട്ട് കൊടുക്കണമെന്നല്ല. അപ്പം നമ്മൾ കുട്ടികൾക്ക് എന്താ പറയുക, ചില കുട്ടികൾക്ക് മാത്സിലായിരിക്കും പ്രയാസം, എന്നാലും ചില കുട്ടികൾക്ക് മാത്സ് ഭയങ്കര ഈസി ആയിരിക്കും, വേറെയുള്ള സബ്ജക്റ്റ് ആയിരിക്കും. എന്നാലില്ലേ സ്കൂളിലാണെങ്കിൽ 40-50 കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പരിഗണന കിട്ടിയെന്ന് വരില്ല. എക്സാമെല്ലാം കഴിഞ്ഞ് കുട്ടികളെ മാർക്കെല്ലാം കുറയുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കുക നമ്മൾ കുട്ടികൾക്ക് ഇന്ന വിഷയത്തിൽ കുറവാണ്, അവർക്ക് ആ ഒരു സബ്ജക്റ്റിന് മാത്രം ഒരു ക്ലാസ് കിട്ടിയെങ്കിലെന്നല്ല. ഇത്തരത്തിലെല്ലാം ബുദ്ധിമുട്ടുന്ന പാരൻസും കുട്ടികളെല്ലാം ആണെങ്കിൽ നമ്മൾ കുട്ടികളുടെ പഠന നിലവാരത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ആൽബിഡോനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവർ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടിയാണ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ രംഗത്തിലെ 5 വർഷത്തെ പാരമ്പര്യമുള്ള വളരെ സക്സസ്ഫുള്ളായ ഒരു സ്ഥാപനം തന്നെയാണ് കേട്ടോ ആൽബിഡോ. ഇപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് കേട്ടോ. എക്സാമെല്ലാം കഴിഞ്ഞാൽ ചില വിഷയത്തിൽ മാർക്കെല്ലാം കുറയുമ്പം എനിക്കും ടെൻഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് കൊടുക്കുന്നത്. ചില വിഷയങ്ങൾക്ക് അവർക്ക് കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിന് മാത്രം അങ്ങനെ ക്ലാസ്സസ് കൊടുക്കും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അടുത്ത എക്സാം ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഏത് വിഷയത്തിലാണോ മാർക്ക് കുറഞ്ഞാൽ ആ ഒരു വിഷയത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ CBSE എല്ലാം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എക്സാമിൻ്റെ എല്ലാം ടൈം അവരെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കണം, അങ്ങനത്തെ എല്ലാം പ്രയാസങ്ങളുണ്ട്. ചില പാരൻസിന് പഠിപ്പിക്കാൻ അറിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് എത്ര പഠിച്ചാലും മനസ്സിലാവുന്നില്ല, എക്സാമിൻ്റെ ടൈം ടെൻഷനാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുള്ള പാരൻസ് ആണെങ്കിൽ എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് എനിക്ക് ഒരു പാന് വേണമായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ പാനെല്ലാം നോക്കലാണ്. ഹോം മേക്കറിൻ്റെ ഈ ഒരു പാൻ ആദ്യം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഓരോ പാത്രങ്ങളും സെലക്ട് ചെയ്യുമ്പം അതെനിക്ക് കുറേ കാലം നിൽക്കുമോ നോക്കിയിട്ട് എന്നിട്ട് എടുക്കൂ. അപ്പോൾ അത് പെട്ടെന്ന് കറ പിടിക്കുമോ, അതിൻ്റെ ഉൾഭാഗത്തിൽ ആ കോട്ടിംഗ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. മാഷാഅല്ലാഹ് എനിക്കില്ലേ ഒരു പാത്രം സെലക്ട് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവലുണ്ട് അത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ല.
അപ്പം അതങ്ങനെ നല്ലത് നോക്കിയിട്ട് എടുക്കലാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മളെ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ളവരെ പോലെയല്ല. നമ്മൾ മുളക് കറി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമല്ലോ. അപ്പം അതിന് കറ പിടിക്കുമെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ കുർക്കുമാസിൻ്റെ എല്ലാ പാത്രങ്ങളും എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെതായാലും ആ വൈറ്റെല്ലാം. അപ്പം ഞാൻ എടുക്കുന്ന സമയം 3 വർഷം മുന്നേ അല്ല ഇതിന് കുറച്ച് നല്ല റേറ്റ് ഉണ്ടായിന്. ഇപ്പം കുറച്ച് എന്താ പറയുക കുറവ് തന്നെയാണ് കേട്ടോ. നോക്കുമ്പം കുറവ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്നിട്ട് ലാസ്റ്റ് എടുത്തത് പ്രസ്റ്റീജിൻ്റെയാണ് കേട്ടോ. ഉമ്മാൻ്റെ റൂമിലുള്ള പോലത്തെ ഒരു ബ്ലാക്ക് കളറ് പ്രസ്റ്റീജിൻ്റെ സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിന്. ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിന്. 399 ദിർഹംസ് എങ്ങാനുമാണ്. പല ടൈമിലും പല റേറ്റ് ആയിരിക്കും കേട്ടോ. ഓരോരോ ടൈം നമ്മൾ പോകുമ്പം 400 ഉണ്ടാവും, ചില ടൈം ഓഫർ ഉണ്ടാവും, അങ്ങനെയല്ല. ഇതിപ്പം 399 പിന്നെ ഈ ഒരു സെക്ഷനിലാണ് നിങ്ങളെപ്പോഴും ചോദിക്കില്ല കോഫീൻ്റെ എന്താ പറയുക ജാറും കാര്യങ്ങളും അതെല്ലാം വാങ്ങിയിട്ടുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഇല്ലേ, ഈ കൊട്ട ഐറ്റംസ് അതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ അധികം എടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ എല്ലാം അങ്ങനെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ്. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ കമൻറ്റിൽ എന്താ പറയുക പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ പാത്രങ്ങളെല്ലാം എവിടെ നിന്നാണ് വാങ്ങിയെന്നെല്ലാം. പിന്നെ എൻ്റെ കത്തി എപ്പോഴും ചോദിക്കലുണ്ട്. ഈ ഒരു ട്രെമൻറ്റീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്തിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ. ഇതിൻ്റെ പല ഷേപ്പിൽ ഇതുണ്ട്. പണ്ട് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. കാരണം പണ്ട് മുതലേ എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇതിൻ്റെ പല നല്ല മുറിച്ചാണ് കേട്ടോ. ഇതിന് പല ഷേപ്പിലുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, അങ്ങനെ. അത് ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒരു വീഡിയോ എടുക്കലാണ്. ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതാ ഒരു മൺപാത്രം പോലത്തെ സംഭവം ഇത് ഞാനങ്ങനെ വാങ്ങാൻ നിൽക്കില്ല കേട്ടോ. എനിക്കങ്ങനെ അട്രാക്റ്റീവായിട്ട് തോന്നില്ല. പിന്നെ എൻ്റെ ഡ്രസ്സിന് ഇത് മാച്ച് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ഡ്രസ്സിൻ്റെ കൂടെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക്. അങ്ങനെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അതിനെല്ലാം. ഇനിയിപ്പോൾ ഇതാ റൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിട്ടുണ്ടായിന്. കാര്യമായിട്ടൊന്നുമില്ല, ഞാനിവിടെ വന്നിട്ടില്ലേ കാര്യമായിട്ട് കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ബ്രദറും ഒക്കെയും പറഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും മതിയെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചെടികളും കാര്യങ്ങളെല്ലാം നോക്കലാണ്. ഇതെല്ലാം ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ലീവ്സും കാര്യങ്ങളെല്ലാം എടുക്കലാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കിട്ടും. അതാണ് പ്രത്യേകത. നമ്മൾ നാട്ടിലാണെങ്കിൽ അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടില്ല. കിട്ടും, എന്നാലും ഇത്രയും ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ കോഴിക്കോടിൽ ലുലു മാളെല്ലാം വന്നിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. ഇൻഷാ അല്ലാ പോകണം. അപ്പോൾ ഇതാ ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ എന്താ പറയുക ഫ്രഷ് ഐറ്റംസ് കാണാനും അത് കുക്ക് ചെയ്യാനും നല്ല രസമല്ലേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ റൂമിലേക്ക് അത്യാവശ്യമുള്ളത് ആ സാധനങ്ങൾ അങ്ങനെ എടുക്കലാണ്. പിന്നെ എന്താ പറയുക കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കേക്കാലിൻ്റെ ഫുഡാണ് ബ്രദർ എന്താ പറയുക വരുത്തിക്കുക. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. ടൈമിങ് വെച്ചിട്ട് എല്ലാ ഐറ്റംസും അങ്ങനെ ഒരു ബാക്കിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവരുത്താണ്. അതുകൊണ്ട് തന്നെ റൂമിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുക്ക് ചെയ്യൊന്നും ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് 2-3 ദിവസം മോർണിംഗിൽ ഉണ്ടാക്കേണ്ട ഫുഡ് ഐറ്റംസ് ഉച്ചക്കും രാത്രിയൊന്നും അധികം ഫുഡ് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കേണ്ട കുറച്ച് ഐറ്റംസ് വെജീസും കാര്യങ്ങളും മുട്ട പാല് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അങ്ങനെ നോക്കിയിട്ടെടുക്കലാണ്. പിന്നെ ഇതാ സ്ട്രോബെറി ഇവിടെ എല്ലാത്തരം ബെറീസും കിട്ടും. അത്രയും ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്ര ഫ്രഷ്നെസ് എനിക്ക് തോന്നലില്ല. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഐറ്റംസ് ഓട്സിൽ ഇട്ട് കൊടുക്കാമെന്നുള്ള വിചാരിച്ചിട്ട് മുഹമ്മദിനാണെങ്കിൽ സ്ട്രോബെറി ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം ഞാൻ അങ്ങനെ നോക്കിയിട്ടെടുക്കലാണ്. പിന്നെ ചിലപ്പോൾ നല്ല ഓഫറിലുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ആണെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പല ടൈപ്പിലെ ചീസ് ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇല്ലേ വെറുതെ നടക്കാനും രസമുള്ള സ്ഥലമല്ലേ. ഞാൻ അധികമില്ലേ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലത് നോക്കിയിട്ട് വാങ്ങും. അങ്ങനെ റേറ്റ് കുറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങുകയാണെങ്കിൽ നല്ലത് നോക്കിയിട്ട് വാങ്ങണമെന്നാണ് ഞാൻ ചിന്തിക്കൽ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം അങ്ങനെ നോക്കിയെടുക്കാൻ ഞാൻ ജസ്റ്റ് ഇതെല്ലാം അങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്താ പറയുക
ഇത് ഇതിൽ മൊത്തത്തിലുള്ള വീഡിയോസിലെ പല തവണകളായിട്ട് പോയവരെടുത്ത വീഡിയോസാണ്. ഒരു ദിവസം തന്നെ എടുത്ത വീഡിയോസൊന്നുമല്ല കേട്ടോ. ഇതിപ്പം ചിലപ്പോൾ ഞാൻ പോയപാടുള്ള വീഡിയോ ആയിരിക്കും. പിന്നെ നമ്മൾ പോയവരെ ചെറുങ്ങനെ ഷോപ്പ് ചെയ്തതെല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഞാൻ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഈത്തപ്പഴം കാര്യങ്ങൾ, ചീസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആ റൂമിൽ ഉണ്ടായിട്ടുണ്ടായിന്. ജസ്റ്റ് ഞാനിതെല്ലാം ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പുറമൊക്കെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായതുകൊണ്ട് ഞാനങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. എല്ലാവരും കുറേ കമൻറ്റ്സ് ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടായിന്. എല്ലാ ഐറ്റംസും ഒലീവ്സ്, മുളക് കാര്യങ്ങൾ എല്ലാം നല്ല ടേസ്റ്റിലേക്ക് കഴിക്കാൻ വേണ്ടിക്ക് അങ്ങനെ. അപ്പോൾ അതെല്ലാം നോക്കലാണ്. ഇനിയിപ്പം തൈര് എടുക്കണം. പിന്നിലെ നമ്മൾ തൈരെടുക്കുമ്പോൾ ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ ഒരു തൈരാണ് കേട്ടോ. എന്താ പറയുക, ഗ്രീക്ക് യോഗട്ട് എന്ന് പറയും. ഇതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എടുക്കൽ ഈ ഒരു കെച്ചപ്പാണ് കേട്ടോ. ചിലപ്പോൾ നല്ല ഓഫറിലുണ്ടാവും, ചിലപ്പോൾ നല്ല റേറ്റിലുണ്ടാവും അങ്ങനെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കെച്ചപ്പ്. ഇതിൻ്റെ തന്നെ മയോണീസും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിട്ടെടുക്കലാണ്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം നോക്കിയെടുത്ത് ഇനിയിപ്പോൾ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ എന്താ പറയുക, ടൂറിനെല്ലാം പോകുമ്പം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കബോർഡിലെല്ലാം കാണുമ്പോൾ അധികം ആൾക്കാരും ചോദിക്കലുണ്ട് ഇത് പെർഫ്യൂമാണ് യൂസ് ചെയ്യുക, എന്താ പറയുക കിച്ചണിൽ ഈ ഒരു ഐറ്റം, ഈ ഒരു കാൻഡിൽ ലൈറ്റ് ഞാൻ വെച്ചേരം ചോദിച്ചിട്ടുണ്ടായിന്. ഇത് ഇവിടുന്നാണ് വാങ്ങിയെന്നെല്ലാം. ഇവിടുന്നാണ് കേട്ടോ. ഞാൻ അധികവും പോകുമ്പോൾ മെയിനായിട്ട് കുറച്ചധികം വാങ്ങിക്കൊണ്ട് പോക്ക് ഇങ്ങനത്തെ ഐറ്റംസാണ്. പെർഫ്യൂം, എന്താ പറയുക, വിക്ടോറിയ സീക്രട്ടിൻ്റെ പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, ഇതിൽ ബോഡി ലോഷൻ ഉണ്ട്, ഷാമ്പൂ, പെർഫ്യൂം കാര്യങ്ങൾ എല്ലാം ഉണ്ട്, ക്യാൻഡിൽ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ ഇവിടെ. ഈ ഒരു ഐറ്റംസ് നിങ്ങൾ എൻ്റെ കബോർഡിൽ കണ്ടിട്ടുണ്ടാവും. കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നതാണ് ഇവിടെ നിന്ന് എന്താ പറയുക, ഇത് ഇവിടെ നിന്നാണ് വാങ്ങിയെന്ന്. നമ്മൾ സാധാ സോപ്പ് യൂസ് ചെയ്യുന്നതിലും ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇത് നമ്മളെ ബോഡിക്ക് നല്ല സ്മെല്ലായിരിക്കും. 24 hours ആ ഒരു സ്മെല്ല് നമ്മളെ ബോഡിയിൽ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ തന്നെ ലോഷന്, ക്രീം, പെർഫ്യൂം എല്ലാ ഐറ്റംസും ഉണ്ടാവും അങ്ങനെ. ഷവർ ജെല്ല് കാര്യങ്ങൾ എല്ലാ ഐറ്റംസും ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ നല്ല സ്മെല്ലിലത് നോക്കിയെടുക്കലാണ്. ഇത് ചിലപ്പോൾ നല്ല ഓഫറിലുണ്ടാവും, എന്നാലും ചിലപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ, യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യും അങ്ങനെ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആദ്യത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ ബെസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്കിൻ കെയർ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം കാണിക്കാമെന്ന്. അപ്പം ഒന്നാമത്തത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം വിക്ടോറിയ സീക്രട്ട് പെർഫ്യൂമൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം അതെൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, നിങ്ങളെൻ്റെ കബോർഡിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടില്ല. പിന്നെ ഇത് കുറച്ച് തീർന്നു പോയതുകൊണ്ട് പിന്നെ ഒന്ന് കുറച്ചങ്ങനെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നിൽ ഞാൻ എനിക്ക് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എനിക്ക് തന്നെ എൻ്റെ ബർത്ത്ഡേക്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡേയ്സിനെല്ലാം ഞാൻ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കുമ്പം ഇങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. എനിക്കിഷ്ടമില്ല പെർഫ്യൂം, എനിക്കിഷ്ടമില്ല എന്തെങ്കിലും ഡ്രസ്സ് ഐറ്റംസ് എല്ലാം ഒന്ന്. അപ്പം നമ്മൾ ആദ്യം സ്നേഹിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ചെരുപ്പെടുക്കാൻ വന്നതാണ്. ഇതിപ്പോൾ RMBയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. ഇതിൻ്റെ തന്നെ ഗ്രേയും 2 കളർ അങ്ങനെ നോക്കിയിട്ടെടുത്തതാണ്. കാരണം എൻ്റേത് എല്ലാം പഴയതായിട്ടുണ്ട്, നാട്ടിലുള്ളതെല്ലാം നല്ലോണം പഴയതായിട്ടുണ്ട്. അത് ഞാൻ 3 വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മെഷീനിലിട്ടിട്ട് അലക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ചിലരെല്ലാം യൂസ് ചെയ്യുമ്പം പൊടിയെല്ലാം കാണലുണ്ട്. അതൊരിക്കലും അലക്കാത്തതുകൊണ്ടാണ്. മെഷീനിലിട്ടിട്ട് അലക്കിക്കഴിഞ്ഞാൽ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം പോകും കേട്ടോ. കച്ചറയും കാര്യങ്ങളും നമ്മൾ കിച്ചണിലെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ചില വീഡിയോസിലെല്ലാം ഞാൻ കാണലുണ്ട് നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാവും ചെരുപ്പ് അവരെ. ഇത് എന്താ പറയുക വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അലക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കല്ല വെച്ചതൊന്നും അങ്ങനെ അലക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മോശമായി പോകും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക്. പിന്നെ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഞാൻ എന്തായാലും അലക്കും, അതുകൊണ്ട് പിന്നെ എടുത്തിട്ടില്ല. പിന്നെ മുഹമ്മദിനും ചെരുപ്പ് വീട്ടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് പുറത്തെല്ലാം പോകുമ്പോൾ കളിക്കുമ്പോൾ ഇടാൻ വേണ്ടിക്ക് ഒരു ചെരുപ്പ് അങ്ങനെ നോക്കിയിട്ടെടുക്കുന്നുണ്ട്. ഇക്കും എടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ടീഷർട്ടിനെല്ലാം നല്ല ഓഫർ കണ്ടിട്ടുണ്ടായിന്.
അങ്ങനെ ടീഷർട്ടും അങ്ങനെ നോക്കിയെടുത്തിട്ടുണ്ട്. ഞാനില്ലേ വലിയ സൈസ് എന്താ പറയുക ടീഷർട്ടെല്ലാം നോക്കിയിട്ട് എടുക്കലുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിക്ക് XXL XXL എല്ലാം നോക്കിയിട്ട് ഞാൻ അങ്ങനെ എടുക്കലുണ്ട്. എനിക്ക് വേണ്ടിക്കും മക്കൾക്ക് വേണ്ടിക്കും. നമ്മളിപ്പം വർക്കൗട്ടെല്ലാം ചെയ്യുമ്പം നല്ല ലൂസായിട്ട് ഇരിക്കുമ്പം നല്ല രസമൊന്ന് കാണാൻ വേണ്ടിക്ക്. അല്ലാന്ന് പിന്നെന്താ വർക്കൗട്ടെല്ലാം ചെയ്യുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ ഒരു കംഫർട്ടായിട്ട് തോന്നും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കോർക്കുമാസിൻ്റെ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വന്നേരം എങ്ങനെയാണോ ഈ ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ച് അതുപോലെ തന്നെയാണ് കേട്ടോ ഉള്ള. പിന്നെ കോർക്കുമാസിൻ്റെ പാത്രം വാങ്ങിയിട്ട് കലവ് നിത്താന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ ചോദിച്ചിട്ടുണ്ടായിന് ആളോട് ഒറിജിനൽ തന്നെയാണോ വാങ്ങിയത്. നാളെ ഓൺലൈനിൽ ഞാനും വാങ്ങിയതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. ഒറിജിനലും ഡൂപ്പും എല്ലാം ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ സെഫോറയിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല സ്കിൻ കെയർ പ്രൊഡക്റ്റ് കാണിക്കാം. എൻ്റെ ഉമ്മ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഞാൻ ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ പെട്ടിക്കെട്ടുന്ന വ്ളോഗിൽ കാണിക്കാം എൻ്റെ ഉമ്മ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എല്ലാം. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിപ്പം ക്ലിനിക്കിൻ്റെ ആണ്. ഉമ്മ അത്യാവശ്യം നല്ല എന്താ പറയുക സ്കിൻ കെയർ എല്ലാം ചെയ്യുന്ന ഒരാളാണ്. എന്നെപ്പോലെയല്ല കേട്ടോ. എൻ്റെ ഉമ്മ നേരെ വിപരീതമാണ്. ഉമ്മ നാട്ടിലില്ലാത്ത സമയമില്ലേ ഞാൻ ആണെങ്കിലേ കൃഷി ചെയ്യുക, ചെടി നോക്കുക, എനിക്ക് വെയിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളാണ്. എന്താ പറയുക ഇങ്ങനെ ഭയങ്കര നാടനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാലും ഉമ്മ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമ്മ എന്നോട് പറയും എൻ്റെ കോലം എന്തായിന് ഒന്നും ശ്രദ്ധിക്കണ്ട അങ്ങനെ ഇങ്ങനെയെല്ലാം പറയും. അന്നേരം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഉമ്മ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ മഷാല കുറച്ച് ഭംഗിയായിട്ടുണ്ടാവും. ഉമ്മ ഇല്ലെങ്കിൽ പിന്നെയും പണികളും കാര്യങ്ങളും തിരക്കുമായിട്ട് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കെയർ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം തന്നെ നമ്മളെ സ്കിന്ന് നല്ല മോശമായിട്ട് മാറും. എനിക്കില്ലേ പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. ഈ മുഖത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ കറുപ്പടിക്കുക, ഒരു ഭാഗം നല്ല അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. സ്കിൻ കെയർ ചെയ്യലും നല്ലതാണ്. മേക്കപ്പ് പോലെയല്ല സ്കിൻ കെയർ. മേക്കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് മോശമാണ് ശരിക്കും പറഞ്ഞാൽ. അത് നല്ല വൃത്തിക്ക് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ക്ലീനാക്കി കിടന്നിട്ടില്ലെങ്കിലെല്ലാം. എന്നാൽ സ്കിൻ കെയർ എപ്പോഴും നല്ലതാണ് കേട്ടോ. അങ്ങനെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് പേര് ചെയ്യലുണ്ട് കേട്ടോ. എനിക്കതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ചെയ്യണമെന്നാണ് ഞാൻ പറയൂ. ചെയ്യലും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ. ഇത് വേറൊരു ദിവസം വീഡിയോ എടുത്തതാണ്. നമ്മൾ ഐക്യയിൽ പോയിട്ടില്ലേ, ആ ഒരു ടൈമിൽ അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ പോയാലും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാങ്ങിയ ഐറ്റംസെല്ലാം ഇൻഷാല്ലാ പെട്ടി കിട്ടുന്ന വീഡിയോയിലും നാട്ടിൽ പോയിട്ട് ഓപ്പൺ ആക്കുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഷോപ്പിംഗ് വീഡിയോ മാത്രമൊന്നും ഞാൻ ജസ്റ്റ് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതൊന്ന് റൂമിലുണ്ട് കേട്ടോ. പിന്നെന്താ എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടുണ്ടായി. ഞാൻ ആദ്യം വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ഇതിൻ്റെ ഫ്ലവറെല്ലാം ഒരു പൊടിയെല്ലാം പിടിച്ച് യെല്ലോ കളറെല്ലാം ആയിട്ട് പിന്നെ ഞാനത് എൻ്റെ കിണറ്റിൻ്റെ മുകളിലെങ്ങാനും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും. ഇതൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇല്ലേ നല്ല രസവും. ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഇങ്ങനെ നോക്കാൻ വേണ്ടിക്ക് അങ്ങനെ ഇങ്ങനെ ചുറ്റി എല്ലാ ഐറ്റംസും ഇങ്ങനെ നോക്കലാണ്. നമ്മളിൽ എപ്പോഴും നമ്മളെ വീട്ടിൽ പാത്രം, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മളെ വീട്ടിൽ പാത്രങ്ങൾ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് വിരുന്നാർ വരാൻ വേണ്ടിക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാൽ യൂസ് ചെയ്യുക അങ്ങനെയെല്ലാം പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിൽ ഭയങ്കര പൊട്ട മണ്ടത്തരമൊന്നും കേട്ടോ. കാരണം നമ്മളൊന്നും യൂസ് ചെയ്യൂല. ഏറ്റവും പഴയ പ്ലേറ്റ് എല്ലാ ഐറ്റംസും ഉണ്ടാവും. എന്നാലും ഏറ്റവും പഴയ പ്ലേറ്റ്, ഏറ്റവും പഴയ ഡ്രസ്സ്, കിറാനായാലും ചാടാത്ത പോലത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളും. നല്ല കബോർഡിലാണെങ്കിൽ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടാവുകയും ചെയ്യും. അതൊന്നും യൂസ് ചെയ്യൂല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അള്ളാഹു തന്ന റഹ്മത്തിൽ നമ്മൾ ജീവിക്കുകയും വേണം, അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യും വേണം. പിന്നെ നമ്മൾ കൊടുക്കുന്ന കൈക്ക് ബർക്കത്ത് ഉണ്ടാവും എന്ന് പറയും. അത് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ അവകാശികൾക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ബർക്കത്തുണ്ടാവും. പിശുക്കി പിടിക്കുകയും ഉദാസീനത ധാരാളികളും
പിശുക്കന്മാരുമായ ഏതൊരാൾക്കും നാശം എന്ന് പറയുന്നുണ്ട്. ധാരാളിത്തം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് നമുക്കിപ്പോൾ കുറച്ച് ഫുഡിൻ്റെ ഐറ്റംസേ ആവശ്യമുള്ളൂ, എന്നാൽ കൂടുതൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, അത് ആർക്കും കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെയല്ല. എന്നാൽ പിശുക്കന്മാരെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടും ബാങ്കിൽ അട്ടിക്ക് പൈസ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളുണ്ടാവും, അതൊന്നും യൂസ് ചെയ്യില്ല, പഴയതാവും തീർന്നോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയുള്ള രണ്ട് ടീമിനും നാശമെന്നാണ് കേട്ടോ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അള്ളാഹ് തന്ന റഹ്മത്തിൽ നമ്മൾ ജീവിക്കുക തന്നെ വേണം. അത് ജീവിച്ചുകൂടാന്ന് ഒരിക്കലും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് തന്ന റഹ്മത്തിൽ നമ്മൾ ജീവിക്കുക, അതുപോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ളവരെയും കൂടി സഹായിക്കുക. നമ്മൾ ചുറ്റുമുള്ളവരാരെങ്കിലും പട്ടിണി എടുക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ആർക്കെങ്കിലും ആവശ്യങ്ങളുണ്ടോ, അതെല്ലാം നിങ്ങൾ അറിഞ്ഞും അറിയാതെയും രാവിലെയും പകലും എല്ലാം ദാനധർമ്മം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. അത് നമുക്കൊരിക്കലും കുറഞ്ഞ പോലെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ പണ്ടെൻ്റെ ഉമ്മാൻ്റെ ഒരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിനി. ഞാൻ ആദ്യം ഡ്രസ്സൊന്നും, എനിക്കൊരുപാട് ഡ്രസ്സ് ഉണ്ടാവും, ഞാനൊരു മോളാണ്. അപ്പോൾ ഉപ്പ എല്ലാ ബർത്ത്ഡേക്കും ഡ്രസ്സ് എല്ലാ ഐറ്റംസും കൊണ്ടുവരും, പല ടൈപ്പിൽ ഷോക്സ് കാര്യങ്ങളെല്ലാം. പക്ഷേ ഞാനാണെങ്കിൽ കുത്തുന്നത് കൊണ്ട് എന്താ പറയുക, ഡ്രസ്സിന് കല്ലില്ലത് വർക്കില്ലതൊന്നും ഞാൻ ഇടൂല. അന്നേരം ആണെങ്കിൽ നല്ല ഒരു നെറ്റിൻ്റെ ടൈപ്പ് ഡ്രസ്സല്ലോ ഒന്ന്, അപ്പോൾ അതൊന്നും ഞാൻ ഇടൂല. എന്നാൽ എൻ്റെ ഉമ്മാൻ്റെ എൻ്റെ കസിൻസിന് ആർക്കും കൊടുക്കുകയും ചെയ്യില്ല. ഞാൻ ടൈം എന്നോട് ഉമ്മ പറയുന്ന കാര്യമൊന്നും മോള് കൊടുത്തതിനാൽ എന്താ പറയുക അള്ളാഹും ഒക്കെ ഇരട്ടിയായിട്ട് തരും. സത്യം തന്നെ. എന്നിട്ടാ ഇന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തുണ്ടെങ്കിലും ഇപ്പം ഞാൻ ഷെയർ ആക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എനിക്ക് അതിൻ്റെ ഇരട്ടി റബ്ബ് തരുത്തുമുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തതിനാൽ കൂടുതൽ കോരുന്ന ഉറവയിൽ കൂടുതൽ വെള്ളം, എന്താ പറയുക, കോരുന്ന കിണറ്റിൽ കൂടുതൽ ഉറവ കിട്ടും എന്ന് അറിയുന്നില്ല, കൂടുതൽ വെള്ളം ഉണ്ടാവുന്ന. അതുപോലെ നമ്മൾ എത്രമാത്രം കൊടുക്കുന്ന അത്രമാത്രം നമുക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും കേട്ടോ. ആ ഒരു സത്യം മനസ്സിലാക്കാം. പിന്നെന്താ, പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 35 വയസ്സായി കഴിഞ്ഞാൽ ഉംറക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി. നമുക്ക് സമ്പത്ത് ഉണ്ടാകുമ്പം പോകണം, നമുക്ക് എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ എന്ന് എനിക്കും തോന്നിനെ. ആ കമൻറ്റ് എനിക്ക് താങ്ക് യു സോ മച്ച്. ആ കമൻറ്റ് ഇട്ടവരോട് ശരി തന്നെയാണ് കേട്ടോ, ഞാനും ചിന്തിച്ചിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ എനിക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഇത്താക്ക് 35 വയസ്സായിട്ടില്ലേ, എൻ്റെ വിചാരം വലിയ കുട്ടികളുണ്ടായതുകൊണ്ട് 38 വയസ്സായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ കുട്ടികളുണ്ടായെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് 38 വയസ്സാവോ? അങ്ങനെയല്ല. ഇപ്പം ഒരു പെൺകുട്ടി, നമ്മൾ ഈ മുസ്ലിംസിലെല്ലാം ചില ആൾക്കാർ ഒറ്റ മോഡലുണ്ടാകുമ്പം 10ാം ക്ലാസ് കഴിഞ്ഞപാട് കല്യാണം കഴിപ്പിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് കല്യാണം കഴിയുമ്പം 16 വയസ്സ്, ഒരു 17 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് ഒരു കുട്ടി ഉണ്ടാവും. അപ്പോൾ 17 വയസ്സിൽ കുട്ടിയായി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക 15 വർഷം കഴിഞ്ഞാൽ എന്താ പറയുക വലിയ കുട്ടിയായി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായി. ആ കുട്ടിക്ക് ഹൈറ്റും കൂടി ആകുമ്പം ആൾക്കാർ വലിയ കുട്ടികളാണെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു 30, 32, 33 വയസ്സാകുമ്പം തന്നെ വലിയ 15 വയസ്സിലെ കുട്ടികളുണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് എന്താ പറയുക കുട്ടികളെ പ്രായം നോക്കിയിട്ട് ഉമ്മമാരെ പ്രായം അളക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ചിലരില്ലേ കല്യാണം കഴിക്കാൻ താമസിക്കും. ഇപ്പം നല്ലോണം പഠിച്ച് ഡോക്ടറായി എഞ്ചിനീയറായിട്ടെല്ലാം കല്യാണം കഴിക്കുന്നവരാണെങ്കിൽ ഓരോ 28, 26 വയസ്സിലായിരിക്കും കല്യാണം കഴിക്കുക. എന്നിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് കുട്ടി ഉണ്ടാവാം. അവർ പഠിച്ചുകൊണ്ട് തന്നെ അവർ 2-3 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവും. അങ്ങനെ കുട്ടികളായി കഴിഞ്ഞാൽ അവർക്കൊരു 5 വയസ്സിലെ കുട്ടി ഒരു 33 വയസ്സിലായിരിക്കും ഉണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെയുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ 30 വയസ്സിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ അവർക്ക് 32 വയസ്സിൽ 2 വയസ്സിലെ കുട്ടിയെ ഉണ്ടാവും. അത് അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് ഒരു കുട്ടിൻ്റെ വയസ്സ് നോക്കിയിട്ട് ഉമ്മമാരെ വയസ്സ് അളക്കണ്ട. ഒരുപാട് പേരുണ്ട് നമ്മളിൽ 15 വയസ്സിൽ 16 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആൾക്കാർ. 30, 32, 33 വയസ്സാകുമ്പം തന്നെ അവർക്കൊരു 15, 16 വയസ്സുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും ആവും. അത് അവർ കല്യാണം കഴിക്കുന്നതിനനുസരിച്ചാണ്. ചിലർ കുട്ടികളുണ്ടാവില്ല, പക്ഷെ അവർക്ക് 40 വയസ്സെല്ലാം ആയിട്ടുണ്ടാവും. കുട്ടികളില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. എന്നാൽ അവർക്ക് 40ാമത്തെ വയസ്സിലേക്ക് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് വിചാരിച്ചിട്ട് അവർക്ക് 2 വയസ്സിലെ കുട്ടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ 16, 18, 20 വയസ്സുള്ള ആളാവില്ലല്ലോ. അങ്ങനെ അപ്പോൾ അധികം നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്താ പറയുക, വലിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രായമുണ്ട്, അവർ പ്രായം കുറക്കുന്നതാണ്. എന്നാൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ ചെറുതാണ്. അങ്ങനെയല്ല കേട്ടോ. ഓരോരാൾ കല്യാണം കഴിക്കുന്നതിനും കുട്ടികളുണ്ടാകുന്ന പ്രായം അനുസരിച്ചായിരിക്കും വലിയ കുട്ടികളും ചെറിയ കുട്ടികളും ഉണ്ടാകുക. അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ വീഡിയോ അന്നേരം ചെയ്തുതരാം. ഉമ്മാക്ക് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് ഇത്ര വർഷമേ ആയിട്ടുള്ളൂ. അപ്പം ഇർഫാന ഉമ്മാൻ്റെ കല്യാണം കഴിയുമ്പോൾ മുമ്പ് ജനിച്ചതാന്ന് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അപ്പം കുട്ടികളെ വലുതായുണ്ടാകുന്ന അങ്ങനെ കമൻറ്റ് ചെയ്തെന്ന് എനിക്കറിയാം.
16 വയസ്സിൽ പ്രസവിച്ച അല്ലാന്നുണ്ടെങ്കിൽ 17 വയസ്സിൽ പ്രസവിച്ച ഒരു പെൺകുട്ടിക്ക് 30, 32, 33 വയസ്സാകുമ്പം ഒരു 15-16 വയസ്സിലെ കുട്ടികളുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, അപ്പോൾ ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ. അത് ക്ലിയർ ആക്കണമെന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിന്. അധികം ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവില്ലേ, പ്രായത്തിൽ ഒരു കാര്യമില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലർ വിചാരിക്കില്ലേ പ്രായം കുറക്കുന്നതാണെന്നല്ല. അങ്ങനെയല്ല. നമ്മളിപ്പോൾ പ്രായം കുറക്കുവാണെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് അറിയൂലേ നമുക്ക് എത്ര വയസ്സെന്ന്. ഞാൻ SSLC എഴുതിയത് 2007 അപ്പോൾ എൻ്റെ പ്രായം നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പോൾ ആ ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കമൻറ്റ് 2-3 കമൻറ്റ് അങ്ങനെ കണ്ടിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് കേട്ടോ അത് ക്ലിയർ ആക്കിയത്. ഇനിയിപ്പോൾ ഇതാ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മളിതാ രാത്രി ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ബ്രദർ ഓരോരോ സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ കൊണ്ടുപോക്കാന്ന് കേട്ടോ. എനിക്കിഷ്ടമൊന്നും ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം പരിചയപ്പെടുത്തി തരാൻ വേണ്ടിക്ക്. പ്രത്യേകിച്ച് എനിക്ക് ഫുഡിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളായതുകൊണ്ട്, ഫുഡ് വീഡിയോ എന്താ പറയുക റെസിപ്പീസ് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഓൻ അതിനനുസരിച്ച സ്ഥലങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓൻ എന്നോട് പറയും ഇതിൻ്റെ ടേസ്റ്റ് നോക്ക് ഇതെങ്ങനെയാണ്. അപ്പോൾ ഓർക്ക് എൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ ചെയ്യലും കുക്കിംഗ് ചെയ്യലല്ല. അപ്പോൾ അതിനനുസരിച്ച് ഓരോരോ ഐഡിയാസും ഇത് നോക്കുന്നെല്ലാം പറഞ്ഞുതരും. അങ്ങനെ അപ്പോൾ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് നാട്ടിൽ പോകുന്ന പൊട്ടികെട്ടലും കാര്യങ്ങളും എല്ലാം കാണിക്കുക. പിന്നെ നാട്ടിലത്തെ വിശേഷങ്ങളും കാണിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.